ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അടുക്കളയിൽ ഉപകാരപ്പെടുന്ന 3 ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബീഫോ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഈ ബ്ലഡിൻ്റെ അംശം എത്ര കഴുകിയാലും പോവില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് വിനാഗിരി ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇനി നല്ലോണം ഒന്ന് നിരടി ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സാധാ പോലെ ഒന്ന് കഴുകിയെടുത്താൽ പെട്ടെന്ന് തന്നെ നല്ലോണം ക്ലീനായി ബ്ലഡിൻ്റെ അംശമൊന്നുമില്ലാതെ നമുക്ക് ചിക്കനും ബീഫൊക്കെ വൃത്തിയാക്കാൻ സാധിക്കും കേട്ടോ. അടുത്ത ടിപ്സ് നോക്കാം. നമ്മൾ ഉള്ളിയൊക്കെ കൂടുതൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകാറുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ നമ്മൾ ഉള്ളിക്കൊട്ടയിൽ വെച്ചതിന് ശേഷം അതിൽ ഉള്ളി ഇടുക കേട്ടോ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ന്യൂസ് പേപ്പർ ഒന്ന് പിച്ച് ചീന്തി നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിയുടെയൊക്കെ ഇടയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ അതിൻ്റെ ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ന്യൂസ് പേപ്പർ അത് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്നും ഉള്ളി കേട് വരികയില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്സ് നമ്മൾ മിക്സിയിൽ എന്തെങ്കിലുമൊക്കെ, ഞാനിപ്പോൾ അത് പുട്ടിന് വേണ്ടിയിട്ട് ചോറും പുട്ടുപൊടിയും പാടെ അടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും.